എൻ്റെ പേര് ഡോക്ടർ ജോസഫ് എ പാറ്റാനി. ഞാനിപ്പോൾ കോട്ടയത്തിനടുത്തുള്ള മിറ്റീറ ഹോസ്പിറ്റലിൻ്റെ ചൈൽഡ് ഹെൽത്ത് ഡിവിഷൻ്റെ മേധാവിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം കൊളസ്ട്രം എന്ന മിൽക്കിനെ പറ്റിയാണ്. നമുക്കറിയാം, ഓരോ അമ്മമാരും പ്രസവിച്ച് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മിൽക്ക് 3 തരത്തിൽ. 1 കൊളസ്ട്രം, 2 ട്രാൻസിഷൻ മിൽക്ക്, 3 മെച്യൂർ മിൽക്ക്. നമുക്ക് കൊളസ്ട്രം എന്താണെന്ന് നോക്കാം. ഒരു അമ്മ പ്രസവിക്കുന്നതിന് ഫ്യൂ ഡേയ്സ് മുമ്പും പ്രസവിച്ച് കഴിഞ്ഞ് 2-4 ദിവസം കഴിയുമ്പോൾ ദിവസത്തേക്കുണ്ടാകുന്ന ഒരു ഫോം ഓഫ് മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. കൊളസ്ട്രത്തിൻ്റെ നിറം മഞ്ഞ നിറം, ചിലപ്പോൾ അല്പം ഓറഞ്ച് നിറം വരാം. പിന്നെ സ്റ്റിക്കി ആയിരിക്കും, തിക്കായിരിക്കും, വളരെ വോളിയം കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ നിറത്തിൻ്റെ കാരണം കരോട്ടിനോയിഡ്സും വൈറ്റമിൻ എ കാരണമാണ്. ഇതിന് ഒരു സോൾട്ടി ടേസ്റ്റാണ്, അതായത് ഒരു ഉപ്പ് രസം ഉണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും നല്ല കാരണം ഇതിന് ഇത്ര റിച്ച് ഇൻ പ്രോട്ടീൻ, റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയ ഒരു മിൽക്ക് പ്രോഡക്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് ദഹിക്കാൻ പറ്റുന്ന ഒരു മിൽക്കാണ്. അതുകൊണ്ടാണ് ഈ മിൽക്കിനെ നമ്മൾ പറയുന്നത് ഒരു കോംപ്ലക്സ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ നമ്മൾ പറയാം സൂപ്പർ ഗോൾഡ്, അല്ലെങ്കിൽ ലിക്വിഡ് ഗോൾഡ് എന്നൊക്കെ പറയും. ഇത് എക്സ്ട്രീംലി സേഫാണ്. ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്യുമ്പോഴും 5 to 7 ml ആണ് ഓരോ ഫീഡിനും സാധാരണ കൊളസ്ട്രോൾ നവജാത ശിശുക്കളിൽ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളെ പറ്റി ആദ്യം സംസാരിക്കും. ഒന്ന്, ഈ മിൽക്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോളത്തിൽ IgA വളരെ കൂടുതലായിരിക്കും. സെക്രീറ്ററി IgA എന്ന് പറയും. ഇതിൻ്റെ ഗുണം വെച്ചാൽ ഈ സെക്രീറ്ററി IgA നമ്മുടെ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട്, ശ്വാസകോശങ്ങൾ, സൈനസ്, ത്രോട്ടിൻ്റെയൊക്കെ ഇന്നർ ലെയറിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ കൊളസ്ട്രോളിൽ ഒത്തിരി ലൂക്കോസൈഡ്സ് ഉണ്ട്. അതിൻ്റെ ഗുണം വെച്ചാൽ ഹാംഫുൾ, നമ്മളെ നവജാത ശിശുക്കളെ ഉപദ്രവിക്കുന്ന ബാക്ടീരിയ, വൈറസൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഇമ്മ്യൂൺ കമ്പോണൻസ് വേറെയാണ്. ലാക്ടോഫെറിൻ, ലാക്ടോപ്രോക്സിഡൈസ്, ലൈസോസോംസ്, പിന്നെ കോംപ്ലിമെൻറ്റ്സ്, പിന്നെ പ്രോളീൻ റിച്ച് പോളിപെപ്റ്റൈഡ്സ്, ഇതെല്ലാം ഇതിലുള്ളതാണ്. സോ ഇതെല്ലാം കാണിക്കുന്നത് ഇത് വളരെ ഇമ്മ്യൂൺ റിച്ച്, നമ്മുടെ കുട്ടികളുടെ പ്രതിരോധശക്തി ഉണ്ടാകാൻ, ന്യൂ ബോൺ ബേബിക്ക് പ്രതിരോധശക്തി ഉണ്ടാകാൻ വേണ്ടി പ്രകൃതി തന്നെ ഈ മിൽക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു പ്രധാന യൂസ്, ഇത് ഒരു ലാക്സേറ്റീവ് പോലെയാണ്. അതായത് നമുക്കറിയാം, കുട്ടികളിലെ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ കുടലിൻ്റെ അകത്തുണ്ടാകുന്ന അപ്പിക്കാണ് പറയുന്നത് മെക്കോണി എന്ന് പറയും. ഇത് പോകാൻ ഇത് വളരെ സഹായിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ പോകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ കൂടുതൽ മെക്കോണിയം പോയാൽ മഞ്ഞ നിറം കുറഞ്ഞു കിട്ടും. ഇതിൻ്റെ ഒരു പ്രധാന ഗുണം തന്നെയാണ്. അടുത്ത ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിന് കൊളസ്ട്രോളത്തിൻ്റെ അകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീണ്ടും ഹെൽപ്പ് ചെയ്യും. ഇതിന് ഹൈ കൊളസ്ട്രോൾ ഇതിലുണ്ട്, അപ്പോൾ അതിന് ബ്രെയിൻ ഗ്രോത്തിന് സഹായിക്കും. അതുപോലെ തന്നെ അതിന് ഷുഗർ ഉള്ളതുകൊണ്ട്, ആവശ്യത്തിന് ഷുഗർ ഉള്ളതുകൊണ്ട് അതിന് എനർജി കൊടുക്കും. പ്രോട്ടീൻ ആവശ്യത്തിനുള്ളതുകൊണ്ട് എന്ത് വേണ്ടി, ഇത് കുട്ടികൾ കുടിച്ച് കൊളസ്ട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്മൂത്തായിട്ട് ഉറങ്ങും. ആ ഉറക്കത്തിന് ഡ്യൂറേഷൻ കൂടുതൽ കിട്ടുകയും ചെയ്യും. വേറൊരു പ്രോപ്പർട്ടി ഗുണം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ റീജനറേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് കൊളാഗൻ റീജനറേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ എന്ത് വേണ്ടി, നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിരിക്കും, റിങ്കിൾസ് മാറും, എലാസ്റ്റിസിറ്റി നല്ലവണ്ണം ഉണ്ടാവും. പിന്നെ ഇതിൽ കാണുന്ന വേറൊരു ഗുണമെന്ന് വെച്ചാൽ കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യം, വൈറ്റമിൻ എ, B6, B12 ഒക്കെ വളരെയധികമുണ്ട്. ഇതെല്ലാം ഓവറോൾ ഗ്രോത്തിന് ഇത് ഗുണം ചെയ്യും. കുറേയേറെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, ട്രാൻസ്ഫോമിങ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അങ്ങനെ കുറേയേറെ ഗ്രോത്ത് ഫാക്ടർ. ഇതെല്ലാം ഇതിൻ്റെ ജനറൽ ഗ്രോത്തിനെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വേറൊരു ഗുണമെന്ന് വെച്ചാൽ, കൊളസ്ട്രോൾ കഴിക്കുന്ന കുട്ടികൾക്ക് അടുത്ത ട്രാൻസിഷൻ മിൽക്കും മിൽക്കും കഴിക്കുന്നതിന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന്. ഇതിൽ റിച്ചായിട്ട്, ഈ കൊളസ്ട്രോളിന് റിച്ചായിട്ട് കരോട്ടിൻസും ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്. അതുകൊണ്ട് എന്ത് കുട്ടികളിലെ ന്യൂ ബോൺസിൻ്റെ വിഷൻ നന്നായിരിക്കാനും, അതുപോലെ ഇതിൽ നവജാത ശിശുക്കൾക്ക് വൈറ്റമിൻ എ കുറവായതുകൊണ്ട് ഇതിൽ 4 times കൂടുതലെന്നാണ് പറയുക. അപ്പം അതിനെ മേക്കപ്പ് ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മൾ കാണുന്ന പ്രിമച്വർ ബേബീസിന് കൊളസ്ട്രോൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് ഗെയിനിങ് നമ്മുടെ ഈ ഫോർമുല ഫീഡ് കൊടുക്കുന്നതിനേക്കാളും ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഇതിൽ കൂടുതൽ മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് ഹാർട്ടിനും അതുപോലെ തന്നെ ബോൺസിനും നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഇത്രയും ഗുണങ്ങളുള്ള ഒരു മിൽക്കാണെന്ന് നമുക്ക് മനസ്സിലായി. സാധാരണഗതിയിൽ
ഈ മിൽക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇതിലുള്ള ഘടകങ്ങളിൽ ഒരു 30 മണിക്കൂർ വരെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് 30 മണിക്കൂർ കഴിഞ്ഞ് വലിയ ചേഞ്ച്, 30 വരെ വലിയ ചേഞ്ച് വരും. അത് കഴിഞ്ഞ് ഗ്രാജുവലായിട്ട് ചേഞ്ചസ് ഉണ്ടാകും. പിന്നെയാണ് 4 ദിവസം കഴിയുമ്പോൾ ട്രാൻസിഷൻ മിൽക്കാകുന്നതും പിന്നെ മെച്ചുവർ മിൽക്കാകുന്നതും നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ അറിയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ കുറവാണ്, ക്വാണ്ടിറ്റി കുറവാണ്, വളരെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. എങ്കിലും ഇത് വളരെ ന്യൂട്രീഷ്യസ്, ബേബിയെ സംബന്ധിച്ച് വളരെ അധികം വിലമതിക്കാത്ത സംഭാവന ചെയ്യുന്ന ഒരു അതായത് മിൽക്കാണ് കൊളസ്ട്രോൾ. അപ്പോൾ നമ്മൾ അതറിഞ്ഞ് പ്രവർത്തിക്കണം. എന്താണ് കാരിഹ്യമ മെസ്സേജ്? ഈ കൊളസ്ട്രോൾ നിസ്സാരമല്ല, വളരെ ന്യൂട്രീഷ്യസ് ആണ്. നിങ്ങളുടെ കുട്ടിയുടെ ഗ്രോത്തും നല്ലോണം ഡെവലപ്മെൻറ്റ്സിന് ഇത് തീർച്ചയായിട്ടും സഹായിക്കും. സോ എല്ലാ അമ്മമാരും തീർച്ചയായിട്ടും അവർക്ക് കുട്ടികൾക്ക് പ്രസവം കഴിയുമ്പോൾ ഈ കൊളസ്ട്രോൾ കൊടുക്കാൻ മുന്നോട്ട് വരണം. അതൊരു തീരുമാനം എടുക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.